വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല മുരുമുര ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ, വാ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ പൊടികളായിട്ടുള്ള നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഇതിനകത്ത് നന്നായിട്ട് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് അരച്ച് നമുക്ക് വരാം. അത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഒരു 15 മിനിറ്റോ 1 മണിക്കൂറോ നമ്മുടെ സമയം പോലെ വെക്കുക കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നല്ലൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓയിൽ യൂസ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. എന്താ സ്മെല്ലെന്ന് അറിയാമോ? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അൽഫാമിൻ്റെയൊക്കെ ഒരു സ്മെല്ലില്ലേ, അതേ സ്മെല്ലാണ്. ഇനിയിപ്പോൾ ഞാൻ മുഴുവനായിട്ടെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാറ്റി വയ്ക്കാനില്ല പീസ്, അതുകൊണ്ടിട്ടാണ്. കുറച്ച് വലിയ പാത്രമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചായിട്ടാണെങ്കിലും വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം മുഴുവനൊക്കെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്തതിന് ഉടനെ തന്നെ നമ്മൾ കുത്തിളക്കി നശിപ്പിക്കരുത് കേട്ടോ, കാരണം അതിൻ്റെ മാംസമൊക്കെ ഇളകി പോരും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം അളന്ന് ഇളക്കിയിട്ട് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക. അല്ലാണ്ട് ആദ്യമേ തന്നെ ഇട്ട് കൊളാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ നിന്ന് മാംസമൊക്കെ വിട്ട് പോരും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നല്ല പൊരിച്ച കോയിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഞാൻ കഴിച്ച് നോക്കട്ടെ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല സ്പൈസി, ജ്യൂസി, അതേപോലെ ടേസ്റ്റൊക്കെ കൊള്ളാം.